ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവേൽ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ചിക്കൻ കറിയുടെ റെസിപ്പി കേട്ടോ. നമുക്ക് ഷോപ്പിലൊന്നും തട്ടുകടയിലൊന്നും കിട്ടില്ലേ, ആ ടൈപ്പ് ചിക്കൻ കറി കേട്ടോ. കുറച്ച് സ്പൈസി ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അത് നമുക്ക് അത് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ എന്തെങ്കിലും എടുക്കും കേട്ടോ. പിന്നെ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് 1 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകമില്ല, പെരുംജീരകം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ നാളികേരം നമുക്ക് ബ്രൗൺ കളറിൽ വേണം കേട്ടോ. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, പത്തിരി, പുട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ, കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് സമയം എടുക്കുന്ന ഈ നാളികേരം വറുക്കാണ്. പിന്നെ അതിനുശേഷം കുറച്ച് പനിയുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ അതേപോലത്തെ നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എരിവൊക്കെ ഞാൻ പറഞ്ഞ പോലത്തെ തന്നെ എപ്പോഴും പറയാറുള്ളതാണ്, അവരവർ എരിവനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കത് സൈഡിലേക്ക് വയ്ക്കാം. അതിനായിട്ട് നാളികേരം ഞാൻ വേറെ പാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നന്നാക്കാൻ മടി കാരണം കൊണ്ട് നമുക്ക് കുറച്ച് സവോള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ചെറിയുള്ളിയാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ചെറിയുള്ളിയും പിന്നെ 1 സവോള എടുത്തിട്ടുണ്ട്, അതേപോലത്തെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2-3 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല, ഞാൻ മറന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറക്കാതെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം എന്നെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതാണ് കേട്ടോ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകറവും നല്ല മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ പൊടികളുണ്ട് പച്ചമണം മാറുമ്പോൾ തീർക്കും ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നും ചേർത്ത് എടുത്തിട്ടില്ല, ചിക്കൻ ഇടാൻ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒന്ന് മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെയാണോ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നേ, അല്ലാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല, വേഗമൊക്കെ ചെയ്തിട്ടെടുക്കാം കേട്ടോ.
പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നാളികേരം ഒരത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കാം കേട്ടോ. കണ്ട നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നാൽ ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. കണ്ട ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കാൻ ആവശ്യം വരില്ല കേട്ടോ, വെള്ളമൊക്കെ ഉണ്ടാവേ. പിന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചിക്കന് കുക്കായിട്ട് കിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട്, ഞാൻ വിട്ടുപോയി ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. പിന്നെ മിക്സ് ചെയ്ത ശേഷം പിന്നെ മൂടി വയ്ക്കുക. പിന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു തക്കാളി പകുതി കട്ട് ചെയ്തത് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വലിയ തക്കാളി ഇട്ടാൽ അതാണ് ഞാൻ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ചെറുതെങ്കിൽ അത് തന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയോ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ 2 മിനിറ്റ് കുക്കാവട്ടെ. അതിനുശേഷം നമ്മൾ നാളികേരം നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഗ്രേവിന് വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്കിനി ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. ഗരം മസാലൻ്റെ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിൽ നിന്ന് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കണമെന്നുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട ഈ സമയത്ത് നമുക്ക് ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ മൂടി വയ്ക്കുക. മൂടി വെച്ച ശേഷം 2 മിനിറ്റ് ശേഷം നന്നായിട്ട് മൂടി തുറക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓ സൂപ്പർ, എന്തൊരു സ്മെല്ലെന്നറിയാം, ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റേ. ചോറ്, ചപ്പാത്തിയും, അപ്പം, ഇടിയപ്പം, പുട്ടും എല്ലാത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഇത്രയല്ല കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ.